ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. അൽ ഇഹ്സാൻ ഇസ്ലാമിക് പ്രീ സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചു. കുറ്റിപ്പാല ചെനപ്പുറം ദാറു തഹ്ലീമിൽ ബദരിയ മദ്രസയിൽ ആരംഭിച്ച അൽ ഇഹ്സാൻ സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം സയ്യിദ് സക്കരിയ തങ്ങൾ നിർവഹിച്ചു. ചടങ്ങിൽ സ്ഥാപനത്തിന്റെ ഉപാധ്യക്ഷൻ പി ബീരാൻ ഹാജി അധ്യക്ഷത വഹിച്ചു. പള്ളി മുദരിസ് അൻവറുദ്ദീൻ ഹസനി, ഷെഹറാബ് വി എന്നിവർ ആശംസകൾ അറിയിച്ചു. കമ്മിറ്റി സെക്രട്ടറിമാരായ അബ്ദുൽ മജീദ് ഹാജി, ബീരാൻ കുട്ടി ഹാജി, യൂസഫ് ഹാജി എന്നിവർ പങ്കെടുത്തു. സ്ഥാപനത്തിന്റെ സദർ ഫാറൂഖ് മുസ്ലിയാർ സ്വാഗതവും നന്ദിയും പറഞ്ഞു. سيدنا محمد صلى الله عليه وسلم وعلى آله وصحبه وسلم. اللهم صل وسلم ثواب ما قرأناه من القرآن العظيم. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم اغفر علينا وعلى والدينا وأساتذتنا وأزواجنا. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അവർകൾ, നമ്മുടെ ഈ പ്രദേശത്ത് 1988 ചെറിയ കുട്ടികൾക്ക് എന്ന തോതിൽ നമ്മുടെ മദ്രസ സ്ഥാപിച്ചത്. അത് പിന്നീട് 10ാം ക്ലാസ് വരെ ഉയരുകയും 95 കാലത്ത് നഴ്സറി സ്കൂൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ വർഷം മുതൽ നമ്മുടെ സ്കൂളിൽ, നമ്മുടെ മദ്രസയിൽ പുതുതായി നഴ്സറി സ്കൂൾ ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ സ്കൂളിൽ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും അറബിയും അതിനോടുകൂടെ തന്നെ നാം ജീവിതത്തിൽ പകർത്തേണ്ടതായ ലിഖറുകളുണ്ട്, ചെറിയ സൂറത്തുകളുമെല്ലാം നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സ്കൂളിൽ നിന്ന് പഠിക്കുന്ന ഓരോ പാഠങ്ങളും ഓരോ പ്രവർത്തനങ്ങളും വീട്ടിൽ നിന്ന് രക്ഷിതാക്കളായ നാം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അഥവാ ബാത്റൂമിൽ കയറുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ മദ്രസയിൽ നിന്ന് സ്കൂളിൽ നിന്ന് നാം പഠിപ്പിക്കുമ്പോൾ അത് വീട്ടിൽ നിന്ന് കുട്ടികളെ കൊണ്ട് ചൊല്ലിപ്പിക്കാൻ നാം മുതിരണം. ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്നതിൽ അല്ലാഹു തആല ബറക്കത്ത് ചൊരിയട്ടെ. നമ്മുടെ സകല മക്കൾക്ക് ഭൗതികമായ അറിവുകളോട് കൂടെ തന്നെ ആത്മീയമായ അറിവുകളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തേണ്ട അത്യാവശ്യ മര്യാദകൾ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ദിക്റുകൾ, ജീവിതത്തിലെ മര്യാദകൾ, ഇസ്ലാമികമായ ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവരിക, ഇതാണ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം ഈ സംവിധാനങ്ങളിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകളിൽ നമ്മളത് നിലനിർത്തുന്നവരാണെങ്കിലാണ് പരിപൂർണമായി കുട്ടികളും ആ പഠിപ്പിക്കപ്പെടുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ നിലനിർത്തുന്നത്. മദ്രസയിൽ വെച്ചോ അല്ലെങ്കിൽ ഇതുപോലുള്ള സ്ഥാപനത്തിൽ വെച്ചോ അധ്യാപകന്മാർ അങ്ങനെ എത്ര ചൊല്ലി പഠിപ്പിച്ചു കൊടുത്താലും നമ്മുടെ വീടുകളിൽ നമ്മളത് നിലനിർത്തുന്നവരാകുമ്പോഴാണ് നമ്മുടെ മക്കളും ആ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നിലനിർത്തും എന്ന ഒരു കാര്യം രക്ഷിതാക്കളാകുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, അല്ലാഹുവിൻ്റെ വലിയ അപാരമായ ഒരു തൗഫീഖ് കൊണ്ട് വലിയ ഒരു ഉദ്യമനത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഒരു കാര്യത്തിൻ്റെ തുടക്കത്തിൽ പങ്കാളികളാവുക എന്നാൽ അതിൻ്റെ ഒടുക്കം വരേക്കുള്ളതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക എന്നാണല്ലോ. എന്നിവിടെ ഒരു പുതിയ തുടക്കം കുറിക്കുകയാണ്. സൂചിപ്പിച്ച പോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ MVT സ്ഥാപനം നിലവിലുണ്ടായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിർത്തിവെക്കുകയാണ് ഉണ്ടായിരുന്നത്. ഈ സ്ഥാപനമെല്ലാം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തുടക്കമാണ്. വിദ്യാർത്ഥികളുടെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ഇടപെടലുകൾക്കും അൽ ഇഹ്സാനിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവർക്കും യൂണിഫോമും അതുപോലെ തന്നെ ഉണ്ട്. അത് വാങ്ങിയിട്ട് പോയാൽ മതി. നമ്മുടെ സ്കൂള് ഇൻഷാ അല്ലാഹ് നഴ്സറി ജൂൺ 11-നാണ് തുറക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അന്ന് തന്നെ എല്ലാ മക്കളെയും ഫുൾ യൂണിഫോമിൽ തന്നെ പറഞ്ഞേക്കാം. കുട്ടികൾക്ക് പല സംശയങ്ങളും പാരൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മീറ്റിംഗ് പറയാം. ജാൻ മീഡിയ ന്യൂസ് തിരൂർ.